ഓക്കെ. സോ എന്താണ് ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ എന്ന് ശരിക്കും പറയുന്നത്? അപ്പോ നമുക്ക് ആദ്യം അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓൾറെഡി യു ഗൈസ് ആർ അവെയർ ഓഫ് ഇറ്റ്. പക്ഷെ ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരിക്കുന്ന ആ നോട്ട്സ് നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും ക്വിക്ക് ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. സോ ലെറ്റ് us തിങ്ക്, നമുക്കിപ്പം എന്താ പറയേണ്ടത്, ഒരു വ്യക്തിക്ക് നോർമൽ കേസിൽ ഒരു കെയറും ഒരു ട്രീറ്റ്മെന്റും, ഒരു രോഗം വന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കത്തില്ലേ? അപ്പൊ അതേപോലെയാണ് ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് നമ്മൾ ഇവിടെ നടത്തുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, ഇത് അവർക്കൊരു മെന്റലി ക്യൂർ ആവുക, അല്ലെങ്കിൽ ഇമോഷണലി ക്യൂർ ആവുക, അല്ലെങ്കിൽ ആ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറുക. അതാണ് ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസിലൂടെ, സോഷ്യൽ വർക്കിന്റെ ഇന്റർവെൻഷൻസിലൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ. കാരണം എന്താണ്, നമ്മൾ ഇനി അങ്ങോട്ട് ഒരു വ്യക്തി കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ പണിഷ് ചെയ്യുക എന്നുള്ളത് മാത്രം അല്ല നമ്മൾ ഇനിയിപ്പോ കണക്കിലെടുക്കുന്നത്. പകരം ആ ഒരു ഐഡിയയിൽ നിന്ന് ലോകം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പകരം വി ആസ്ക് ഹൗ ക്യാൻ വി ഹെൽപ്പ്. ആ ഒരു പ്രിസണിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ എങ്ങനെ ഒരു ബെറ്റർ വ്യക്തിയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു ചോദ്യമാണ്. അപ്പോ എന്താ പറയേണ്ടത്, നമ്മൾ ഈ ജയിലിൽ ഒക്കെ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ സംസാരിച്ചാലും, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിരുന്നാലും ശരി, നമുക്ക് മനസ്സിലാകാം അവര് എങ്ങനെയാണ് ആ ഒരു ക്രൈം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് എത്തിയതെന്നുള്ളത്. അപ്പം പലപ്പോഴും എന്താ പറയേണ്ടത്, ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇന്ന് ഞാനൊരു ക്രൈം ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചവരായിരിക്കില്ല അങ്ങനെയുള്ളവര്. അപ്പോ അവർക്ക് ഒരുപാടധികം സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് തന്നെയാണ് നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ സൈക്കോ അനലിറ്റിക് തിയറീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഫ്രോയിഡിന്റെ തിയറീസ് എല്ലാം പറയുന്നത് ആ ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്, അല്ലെ? അപ്പോ ഒരുപക്ഷെ ലൈഫിൽ അവര് അബ്യൂസ്ഡ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വയലൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. മീൻസ് അഡിക്റ്റ് ആകുന്നത് ഒരു വ്യക്തി ആരും കൊണ്ട് അഡിക്റ്റ് ആക്കുന്നതല്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ അവർ നേരിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാകാം. അപ്പോ എന്താ പറയേണ്ടത്, അവരെ ഈ ഒരു ഇഷ്യൂ പരിഹരിച്ചു കൊടുത്തു എങ്കിൽ മാത്രമേ അവർക്ക് ഒരു പെർമനന്റ് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ശിക്ഷാ നടപടികൾ ഉണ്ട്. അതായത് എന്താ പറയേണ്ടത്, രണ്ടാമത്തെ തവണ അതേ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവപര്യന്തം എന്താ പറയേണ്ടത്, ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ റോബറി പോലെയൊക്കെയുള്ള സംഗതികൾ, റോബറി എന്ന പോലെയുള്ള സംഗതികളൊക്കെ ചെയ്ത് രണ്ടാമത് വീണ്ടും ചെയ്താല് അതിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് അതിനകത്ത് ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ആ ഒരു ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപക്ഷെ എന്താ പറയണ്ട, ഒരു ലോങ്ങർ സെന്റൻസ്, ചിലപ്പം തിരിച്ച് എന്താ പറയേണ്ടത്, സൊസൈറ്റിയിലേക്ക് തിരിച്ച് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ടിൽ ദ എൻഡ് ഓഫ് നാച്ചുറൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് സെന്റൻസ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കേസസിൽ. അപ്പോ എന്താ പറയേണ്ടത്, ഇവിടെയാണ് ഈ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് എല്ലാം കടന്നു വരുന്നത്. അപ്പോ ആൾക്കാരെ റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. വി ഹെൽപ്പ് പീപ്പിൾ ടു ഗ്രോ ആൻഡ് ലേൺ ഹൗ ടു ലിവ് ഇൻ സൊസൈറ്റി അഗെയിൻ എന്നുള്ളത്. അപ്പൊ അവരുടെ സൊസൈറ്റിയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു തരത്തിലുള്ള ഒരു തെറാപ്പി മാത്രമല്ല നമുക്കിവിടെ ഉള്ളത്. നമുക്ക് പല ടൈപ്സ് ഓഫ് തെറാപ്പീസ് നമുക്കുണ്ട്. അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ അവരുടെ പ്രോബ്ലം എന്താണ് എന്നറിഞ്ഞ് അതിന് ഒരു ഡിഫറെന്റ് തെറാപ്പി ആയിരിക്കും നമുക്ക് ഒരു പക്ഷെ ആവശ്യമായിട്ട് വരിക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ട്രോമ മാനേജ്മെന്റ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ള സംഗതി. ഓക്കെ. അപ്പൊ ട്രോമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എപ്പോഴാണ് ഒരു വ്യക്തി ട്രോമ അനുഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക? വളരെയധികം ദുഃഖകരമായ, അല്ലെങ്കിൽ വളരെയധികം ഭയാനകമായ, സ്കേറി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ദുഷ്കരമായ, ഹാംഫുൾ ആയ എക്സ്പീരിയൻസസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ എക്സ്പീരിയൻസസിന്റെ ഫലമായിട്ട് അവരുടെ ഇമോഷണൽ വൂൺസ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇമോഷണൽ വൂൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവരുടെ ഫീലിങ്സിനെയും ചിന്തകളെയും ഒക്കെ അത് വളരെയധികം ബാധിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹീലിംഗ് ആണ് ശരിക്കും ഇവിടെ വരേണ്ടത്. അപ്പൊ അതാണ് ട്രോമ എന്ന് തന്നെ പറയുന്നത്. അപ്പോ ഈ കറക്ഷണൽ സെറ്റിങ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രിസൺസ്, ജയിൽസ് എല്ലാം പല തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നല്ലോ. അതിനെ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് കറക്ഷണൽ സെറ്റിങ്സ് എന്ന് പറയാം. കറക്ഷണൽ സെറ്റിങ്സിൽ ട്രോമ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരുപാടധികം ഇൻമേറ്റ്സ് അതിനകത്ത് അവർ പല രീതിയിൽ അബ്യൂസ് ചെയ്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം.
പോവർട്ടി ഒരു പ്രോബ്ലം ആയിട്ട് ഇവിടെ വരാം, അവഗണന ഒരു പ്രോബ്ലം, നെഗ്ലക്ട് ഒരു പ്രോബ്ലം ആയിട്ട് വരാം. ഇനി അതുമല്ലെങ്കിൽ പ്രിസണിൽ എത്തുന്നതിന് മുന്നേ വളരെ വലിയ തരത്തിലുള്ള വയലൻസ് നേരിട്ടിട്ടുള്ള വ്യക്തികളും ആകാം. ഓക്കെ, ഞാൻ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ദാറ്റ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ടു ജോയിൻ എന്നുള്ളത്? അപ്പോ അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ അങ്ങ് അഡ്മിറ്റ് ചെയ്തേക്കണേ ആരെങ്കിലും വന്നാല്. ഞാനത് ചെക്ക് ചെയ്യാം എങ്ങനെയാ അത് ഓട്ടോ അഡ്മിറ്റ് എന്താ പോയെന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോ അപ്പോ എന്താ പറയണ്ടേ, അപ്പോ അവരെ എന്താ ഈ പല ഇൻമേറ്റ്സും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാടധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിന്റെ ഫലമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും പ്രിസണിൽ അവരെത്തിയിട്ടുള്ളത്. ഓക്കെ, ചില ആൾക്കാർക്ക് പ്രിസന്റെ ഉള്ളിലും അവർക്ക് ചിലപ്പം ട്രോമ അതായിട്ട് വരും, അല്ലെ? അപ്പോ എന്താ പറയണ്ടത്, കാരണം വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ അവർ കടന്നു പോകും ഒരുപക്ഷെ പ്രിസണില്. ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, പ്രിസണിൽ തന്നെ അവർ അബ്യൂസ് ചെയ്യപ്പെടാനും ഉള്ള ആ ഒരു സാധ്യതയുണ്ട്, അല്ലെ? സോ എങ്ങനെയൊക്കെ ആയിരുന്നാലും ട്രോമ അവിടെ സംഭവിച്ചു, ഇനി അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് വി ഹാവ് സംതിങ് കോൾഡ് ട്രോമ ഇൻഫോംഡ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ട്രോമ ഇൻഫോംഡ് കെയർ എന്നാണ് ശരിക്കും അതിന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന്, അതായത് വാട്ട് ഹാപ്പൻ ടു ദിസ് പേഴ്സൺ, നമുക്ക് അങ്ങനെ ചോദിക്കാം, ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതാണ് അതിനകത്ത് കണക്കിലെടുക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഇസ് റോങ് വിത്ത് ദിസ് പേഴ്സൺ, ഈ വ്യക്തിക്ക് എന്താണ് കുഴപ്പം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ ഈ ആ ഒരു ചിന്തയിൽ നമ്മൾ വരുത്തുന്ന ഈ ഒരു ചെറിയ ഒരു ചേഞ്ച് ഒരു വലിയ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാകും. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദം. അപ്പൊ കുറെ കൂടെ അധികം അവരെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് അവരുമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് ഒരു തരത്തിലെ എംപതി എന്ന് നമ്മൾ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സിമ്പതി. സിമ്പതി നമുക്ക് ജയിലിൽ ആവശ്യമില്ല, ബട്ട് എംപതി വേണം നമുക്ക് ഈ ട്രോമ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു തെറാപ്പി നമുക്ക് നടത്തണമെങ്കിലും വി നീഡ് ടു ബി എംപത്തറ്റിക് എന്നുള്ളതാണ്. ഈ ട്രോമ മാനേജ്മെന്റില് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാല് 6 കീ പ്രിൻസിപ്പിൾസ് ആണ് ഈ ട്രോമ ഇൻഫോംഡ് കെയറിലുള്ളത്. ഓക്കെ, ട്രോമ മാനേജ്മെന്റിന്റെ ഭാഗമാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്ന് പറയുന്നത്. അതിൽ മൊത്തത്തിൽ 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഓരോ പ്രിൻസിപ്പിൾസ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തത് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ആ വ്യക്തികളെ സേഫ് ആക്കുകയാണ് സേഫ്റ്റി കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി മേക്ക് ദം ഫീൽ സേഫ്. അപ്പോ എന്താ പറയേണ്ടത്, അവിടെ നമ്മുടെ സേഫ്റ്റി അല്ല അവർ നോക്കുന്നത്, വി ഹാവ് ടു മേക്ക് ദം ഫീൽ സേഫ്, അല്ലെ? അവര് സേഫ് ആണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് എന്താ പറയേണ്ടത്, ആ ഒരു ഇമോഷണലി അവർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുക. അപ്പൊ ഫിസിക്കൽ സേഫ്റ്റിയും ഇവിടെ നോക്കണം, അവരുടെ ഇമോഷണൽ സേഫ്റ്റിയും ഇവിടെ നോക്കണം. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പോ എന്താ പറയേണ്ടത്, വി ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത് ദം, എങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദെൻ വി ഓൾസോ ലുക്ക് ഫോർ പിയർ സപ്പോർട്ട് എന്നുള്ള. പിയർ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു വെൽഫെയർ ഓഫീസറെ കൊണ്ടുവന്ന് അവരെ സപ്പോർട്ട് ചെയ്യല്ല, ദേ ആർ സപ്പോർട്ടിങ് ദംസെൽവ്സ് ആസ് പ്രിസണേഴ്സ്, ദേ ആർ പിയേഴ്സ്. അപ്പൊ ലെറ്റ് ദം സപ്പോർട്ട് ഈച്ച് അതർ, ലെറ്റ് ദം ഷെയർ എക്സ്പീരിയൻസസ്. അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യട്ടെ, ഓഫ് കോഴ്സ് വിത്ത് യുവർ ഗൈഡൻസ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ കംസ് ദ കൊളാബറേഷൻ പാർട്ട്. അപ്പൊ കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി വർക്ക് വിത്ത് ദം, അല്ലാതെ നമ്മൾ വി ഡോണ്ട് വർക്ക് ഓൺ ദം. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ വർക്കിംഗ് ഓൺ ദം. അവർ ഒരുപക്ഷെ അടിച്ചു നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ വി വർക്ക് വിത്ത് ദം ആണ്, അവരുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത്. അത് തന്നെയല്ലേ സോഷ്യൽ വർക്കിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദി എംപവർമെന്റ്. അത് ഇതിനകത്ത് ഒരു പ്രധാന പ്രിൻസിപ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ട, ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലല്ലോ ഈ ജയിലിന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. അപ്പോ ചെറിയ ചോയ്സസ് ഒക്കെ അവർക്ക് ചെയ്യാനുള്ള
ആ ഒരു അനുവാദം അവർക്ക് അവിടെ കൊടുക്കുക. അപ്പൊ അവരുടെ ആ ഒരു പ്രോഗ്രസിന്റെ ഒരു കൺട്രോള് അവരുടെ കയ്യിൽ ഉണ്ടാകും. ഓൺലി വെൻ വി ആർ ഏബിൾ ടു കൺട്രോൾ സർട്ടൻ തിങ്സ് വാട്ട് വി ഡു, ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് എന്താ പറയുന്നത് അത് ഒന്നും കൂടെ ഉത്തരവാദിത്വത്തോടു കൂടി ഒന്നും കൂടെ നമുക്ക് വളരെയധികം പ്രേരണയോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കൾച്ചറൽ റെസ്പെക്റ്റും ഇവിടെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പോ ആൾക്കാരുടെ ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ജെൻഡറിൽ നിന്ന്, അവരുടെ ജാതി, മതം, അവരുടെ ക്ലാസ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എങ്ങനെ പറയേണ്ടത് ആൾക്കാരുടെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല അവരുടെ സ്വഭാവം പോലും രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇത് കൂടാതെ എന്തൊക്കെ തരം തെറാപ്പീസ് ഉണ്ട്? ഒന്ന് ദാണ്ട് ഈ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന ഒരു തെറാപ്പിയും കൂടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രോമ എന്താണെന്നും ട്രോമ എങ്ങനെയാണ് അവരുടെ ശരീരത്തിനെയും മൈൻഡിനെയും എഫക്ട് ചെയ്യുന്നതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ സൈക്കോ എഡ്യൂക്കേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി there is another one called EMDR, അതാണ് ഇവിടെ പറയുന്നത്, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ റീപ്രോസസിങ്, EMDR എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ ബ്രെയിൻ റീപ്രോസസ് പെയിൻഫുൾ മെമ്മറീസ്. അപ്പം ആ ഒരു പെയിൻഫുൾ മെമ്മറീസിനെ ഒന്നും കൂടെ ചിന്തിച്ച് എടുപ്പിക്കുക, അത് റീപ്രോസസ് ചെയ്യുക. ഒരു പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ അതിനെ റീപ്രോസസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അല്ലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിനകത്ത് മൊത്തം ഉദ്ദേശിക്കുന്നത് എന്താ? വി ഹെൽപ് സംബഡി ടു ഫോക്കസ് ഓൺ ദ പ്രസന്റ്, അല്ലാതെ പാസ്റ്റിലല്ല ജീവിക്കേണ്ടത്. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ആ പാസ്റ്റ് എക്സ്പീരിയൻസസിനെ നമ്മൾ വിട്ടിട്ട് നമ്മൾ കറന്റ് ലൈഫിൽ ഫോക്കസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണല്ലേ. ആൻഡ് ദെൻ കംസ് ദി എൻവയറമെന്റൽ ചേഞ്ചസ്. അപ്പോ എന്താ പറയേണ്ടത്? പ്രസന്റ് തന്നെ ഒരു പക്ഷേ കുറച്ചും കൂടെ ലെസ് ട്രോമാറ്റിക് ആക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി, കാരണം നിങ്ങൾ അതിന് എംപവേർഡ് ആണ്. ഒരു വെൽഫെയർ ഓഫീസർ അതിന് എംപവേർഡ്. എന്തുകൊണ്ടാണ്? വെൽഫെയർ ഓഫീസറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് ആണ്. ഇപ്പൊ സോഷ്യൽ വർക്കിനകത്ത് എവിടെയാണ് അഡ്വക്കേസി? അവിടെ കിടക്കുകയാണ്. ആ ഒരു അഡ്വക്കേസി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ഒരു എൻവയറമെന്റിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് പ്രൊപ്പോസൽസ് പലപ്പോഴും കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഐസൊലേഷൻ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അവരുടെ അടുത്ത് കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ, കഠിന തടവ് എന്നൊക്കെ പറയുന്ന ശിക്ഷയൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷാവിധിയിൽ മാറ്റം ഒന്നും കൊണ്ടുവരാനായിട്ട് കഴിയില്ല അല്ലെ. അപ്പൊ അതാണ്, നമുക്കൊരു ചട്ടക്കൂടുണ്ടാകും. ആ ഒരു നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അപ്പോ അവരുടെ ഹീലിംഗിന് വേണ്ടി സഹായിക്കുക. എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല വേണ്ടത്, ഐ മീൻ നോട്ട് ടു ആഡ് ടു ദ ഹേർട്ട്, പക്ഷെ അവരുടെ ഹീലിംഗിന് വേണ്ടി സഹായിക്കുക. ഇനി മറ്റൊന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു അഡിക്ഷൻ റിക്കവറി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ളതായിട്ട് നമുക്ക് കാണാം. ആൾക്കാരെ കൈയും കാലും ഒക്കെ കെട്ടിയൊക്കെ ഒരു പക്ഷെ ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ കൊണ്ടുപോകും. അവര് ചിലപ്പോൾ അവിടെ നിന്ന് ചാടിപ്പോകും, ചിലപ്പോൾ അവര് അവിടെ തന്നെ നിന്ന് അവിടുത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും അഡിക്ഷനിലേക്ക് തന്നെ പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ തന്നെ പേഴ്സണലി ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ എന്താ പറയേണ്ടത്, പത്തനംതിട്ട, ഇടുക്കി ആ ഭാഗത്ത് എവിടെയോ ഒരു വ്യക്തിയെ കൊണ്ടാക്കി, വ്യക്തി അവിടെ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിച്ച് അവര് പിറകെ ഓടിച്ചിട്ട് പിടിച്ച് ഏകദേശം ഒരു 8 മാസം അവിടെ കിടന്ന് അവിടെ നിന്ന് ഇറങ്ങി. ആ കോവിഡിന്റെ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു 6-8 മാസം കൂടെ പുള്ളി നോർമൽ ആയിട്ടുള്ള ജീവിതം നയിച്ച് അതിനുശേഷം എന്താ പറയേണ്ടത് ഒന്ന് പുറത്തേക്ക് പോയതാ, കൈവിട്ടു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആള് ഇപ്പം നമ്മുടെ അടുത്തെങ്ങും ഇല്ല. അപ്പൊ ഡി അഡിക്ഷൻ. അപ്പൊ ഡി അഡിക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്, ഈ ഒരു അഡിക്ഷൻ എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അപ്പോ അത് അമിതമായ ഡ്രഗ്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ മദ്യപാനം, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒന്നുകിൽ അഡിക്ഷൻ കൊണ്ട് ആൾക്കാര് ഡയറക്ട്ലി എഫക്റ്റഡ് ആകും, അത് ആ അഡിക്റ്റ് ആകുന്ന വ്യക്തി. അഡിക്ഷൻ കൊണ്ട് ഇൻഡയറക്ട്ലി എഫക്റ്റഡ് ആകുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ റിലേറ്റീവ്സ്, ആ വ്യക്തിയുടെ സ്പൗസ്, അങ്ങനെ ആ വ്യക്തിയുടെ കുട്ടികള്,
പേരൻസ്, അങ്ങനെയുള്ളവരൊക്കെ ഇൻഡയറക്ട്ലി അതുകൊണ്ട് എഫക്റ്റഡ് ആവുകയും ചെയ്യും അല്ലെ. ആൻഡ് മറ്റ് ചിലര് ഈ ഒരു ഡ്രഗ്സിലേക്ക് തിരിയുന്നത് എന്താ പറയേണ്ടത്, ചിലപ്പം അവര് അവരുടെ ആ ഒരു 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 ട്രോമാറ്റിക് സിറ്റുവേഷൻസ്, വേദന മറക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സിലേക്ക് തിരിയുന്നതും ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ അവിടെ നോക്കണേ, അവരുടെ ആ ഒരു ട്രോമ നമുക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരു മാർഗം കണ്ടെത്തിയത് ഈ അമിതമായ ഡ്രഗ് ഉപയോഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു അഡിക്ഷനിൽ നിന്നുള്ള ഒരു റിക്കവറി എന്ന് പറയുന്നതും കറക്ഷണൽ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഡീടോക്സിഫിക്കേഷൻ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ ബോഡി ഗെറ്റ് റിഡ് ഓഫ് ദ സബ്സ്റ്റൻസ്. അത് ഒരു മെഡിക്കൽ കെയർ സാഹചര്യത്തിലാണ്. അപ്പൊ എന്താണോ ആ ഒരു സബ്സ്റ്റൻസ് ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ളത്, അതിനെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ നാടൻ ഭാഷയിൽ ആൾക്കാർ പറയും, അമിതമായി കള്ള് കുടിച്ചിട്ട് അതിന്റെ മത്തിറക്കുന്നതിന് വേണ്ടിയിട്ട്, കള്ളെന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചിട്ട് അതിന്റെ മത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് മോരും തൈരും കുടിക്കുകയാണ്. ഇനി കഞ്ചാവ് പോലെയുള്ള സംഗതികളുടെ ആ ഒരു മത്തിറക്കുന്നതിന് പുളിവെള്ളം കലക്കി കുടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലെ. അപ്പൊ അതൊരു തരം ഡീടോക്സിഫിക്കേഷൻ ആണ്. കാരണം ഇത് ശരീരത്തിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതൊരു ടോക്സിനായി മാറി. അതുകൊണ്ടാണ് ആ ഒരു മൈൻഡിനെ അത് എഫക്ട് ചെയ്ത്, നെർവസ് സിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്ത് ആ വ്യക്തി നമ്മൾ ഡ്രങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അല്ലെ. പിന്നെ ഒരു മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി ഉണ്ട് ഇതിന്, MET എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവർക്ക് കംപ്ലീറ്റ് മോട്ടിവേഷൻ കൊടുക്കുന്നത്, എൻകറേജിങ് ദം ടു തിങ്ക് അബൌട്ട് ദിയർ ഗോൾസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടോ? ഈ അമിതമായിട്ട് സബ്സ്റ്റൻസ് അബ്യൂസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ആകെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയെങ്കിലും നേരം വെളുത്ത് 10 മണിയാകാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തി കൃത്യമായിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് അവർ ബിവറേജിന്റെ ഫ്രണ്ടിലെത്തും, അവിടെ നിന്ന് സാധനം വാങ്ങും. 11 മണിയാകുമ്പോഴത്തേക്ക് അന്നത്തേക്ക് പിന്നെ അവർ ഓഫായി. പിന്നെ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വീണ്ടും കൃത്യമായിട്ട് അവിടെ ചെന്നെത്തും. ആ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ പറഞ്ഞാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? അപ്പോ ഈ വ്യക്തി ഒരുപക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോ അത് ഒരു പടിയും കൂടെ മുമ്പോട്ട് വരുന്നു. മോട്ടിവേഷന് പകരം അവരെ സഹായിക്കുകയാണ് അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ബിഹേവിയേഴ്സും മാറിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ദർ ഇസ് എ 12-step പ്രോഗ്രാം. അപ്പൊ ഈ 12-step പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് മോഡലാണ്. ഓക്കെ, അപ്പോ എന്താ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് മോഡലാണ് അത് ഒരുപാടധികം ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ യോഗയൊക്കെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇവർക്കൊരു റീലാപ്സ് ഉണ്ടാകരുത്, റീലാപ്സ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്, അവര് വീണ്ടും അഡിക്ഷനിലേക്ക് പോകാതെ തടയുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു റോൾ ഇവിടെ വരുന്നത്? ഞാൻ ഈ പറഞ്ഞേക്കുന്ന മിക്കവാറും ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ. സോഷ്യൽ വർക്കേഴ്സ്, യു ഡു കൗൺസിലിംഗ്, നിങ്ങൾ തെറാപ്പി ചെയ്യും, കൗൺസിലിംഗ് ചെയ്യും, യു കോർഡിനേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. ഇത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ആ ഒരു സോഷ്യൽ വർക്കേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന നിലയിൽ. സപ്പോർട്ട് ഗ്രൂപ്പ്സ് സോഷ്യൽ വർക്കേഴ്സ് വിൽ റൺ. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു പ്രസന്റ് ആഫ്റ്റർ ലൈഫിലും ഇവരെ സപ്പോർട്ട് ചെയ്യണം, ടു ഫൈൻഡ് ഹൗസിംഗ്, ജോബ് ഓപ്ഷൻസ്, കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒക്കെ കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി. സോ അഡിക്ഷൻ റിക്കവറി എന്ന് പറയുന്നത് ഒരു വൺ ടൈം എഫേർട്ട് അല്ല. അഡിക്ഷൻ റിക്കവറി എപ്പോഴും ഒരു ലോങ് ടേം പ്രോസസ് ആണ്. ഓക്കെ, ഇനി മറ്റൊന്ന് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. നമ്മൾ വേറെ ഒരു കറക്ഷണൽ തെറാപ്പി നമ്മൾ കണ്ടത്. അപ്പോ എന്താ, ഒരു വ്യക്തിയുടെ ബിഹേവിയർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. അപ്പം ഈ ഒരു ഐഡിയ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സ്കിന്നറിന്റെ ഐഡിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറിയിൽ നിന്നാണ് ഈ ഒരു ബിഹേവിയർ വരുന്നത്. അപ്പൊ സ്കിന്നർ എന്താണ് ശരിക്കും ഇവിടെ പറഞ്ഞത്? നമുക്ക് ആൾക്കാരിൽ നല്ല പെരുമാറ്റങ്ങൾ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവരെ റിവാർഡ് ചെയ്യണം, എന്നിട്ട് അവരുടെ മോശം പെരുമാറ്റങ്ങൾ എടുത്തു കളയണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് റിവാർഡ്സ് ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യണം. അപ്പോ എന്താ പറയേണ്ടത്, അദ്ദേഹം കുറെ കൂടെ എംഫസൈസ് ചെയ്യുന്നത് ഇവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്ന സംഗതി ആ റിവാർഡ് ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ്. നോക്ക്, ഇപ്പം ഒരു 10 പേര് ഒരുമിച്ചുണ്ട് എന്നുള്ളത് കണക്കാക്കുക. ഈ 10 പേര് ഒരുമിച്ചുണ്ട്. അപ്പൊ അതിനകത്ത്
5 പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന 5 പേര് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നില്ല. അപ്പൊ ഈ ചെയ്യാത്ത 5 പേരുടെ ബിഹേവിയേഴ്സ് ആണ് നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ദിസ് വിൽ ഓൾസോ വർക്ക്. ആ ചെയ്യുന്ന 5 പേർക്ക് അവർക്ക് റിവാർഡ്സ് കൊടുക്കുകയും ആ ചെയ്യാത്ത 5 പേർക്ക് റിവാർഡ്സ് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. സോ ആ കൊടുക്കാതിരിക്കുന്നതാണ് ഇവിടെ പണിഷ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പോ പ്രിസണില് ഇത്തരത്തിലുള്ള ഒരു 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 മാർഗം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഡ് ബിഹേവിയർ കുറെ കൂടെ എൻകറേജ് ചെയ്ത് ബാഡ് ബിഹേവിയർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവാർഡ്സ് ഓഫർ ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പണ്ട് ആൻഡമാൻ നിക്കോബാറിലെ ജയിൽസിൽ പോലും റിവാർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് അവർക്ക് എന്താ പറയേണ്ടത്, മറ്റ് ഇൻമേറ്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ ചോർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ്. പക്ഷെ അവരുടെ റിവാർഡ് എന്താണ്? അവരെ കൊല്ലത്തില്ല എന്നുള്ളത്. അവർ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കുമായിരിക്കും, പക്ഷെ കൊന്നു കളയത്തില്ല. അതാണ് അവർക്കുള്ള ഒരു റിവാർഡ്. ഏതാ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ആൻഡമാൻ നിക്കോബാറിലെ ആ ജയിൽസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോ വേറെയും കുറെ സ്ട്രാറ്റജീസ് ഇവിടെ ഇതിന്റെ കൂടെ ഒപ്പം എന്താ പറയുക തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിലൊന്നാണ് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? അപ്പോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റിവാർഡ്സ് കൊടുക്കുക. ഇറ്റ് കുഡ് ബി ജസ്റ്റ് എ പ്രൈസ്, ഒരു വാക്ക്, ഷോൾഡറിൽ ഒരു തട്ട്, ഒരു ഫോൺ ചെയ്ത് എന്തെങ്കിലും പറയുന്ന നോർമൽ ലൈഫിൽ. സെല്ലിന്റെ ഉള്ളിൽ അല്ലെ ജയിലിന്റെ ഉള്ളിൽ അത് ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോ ഇനി ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ആ ജയിൽ സെന്റൻസ് ഒരു പക്ഷേ, അതാണ് പറയുന്നത്, നല്ല നടപ്പിന് കാലാവധി കുറച്ച് കിട്ടി. ഈ നല്ല നടപ്പെന്ന് പറയുന്നത് എന്താണ്? ജയിൽ അധികൃതർക്ക് ഒരു ബോധ്യം വന്നു ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ അത് ഓൾറെഡി പണ്ടേ നിലവിലുള്ള ഒരു സംഗതി തന്നെയാണ് അല്ലെ. അപ്പോ അവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻസെന്റീവ് എന്താണ്? ആ ജയിൽ ശിക്ഷ ഒരു ദിവസം കുറഞ്ഞു കിട്ടണേ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബിഹേവിയർ അവര് മാറ്റും. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തൊന്ന് ടോക്കൺ എക്കോണമി എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഇതിന് ഉപയോഗിക്കാം. അപ്പോ ആ ടോക്കൺ എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ടോക്കൺസ് കൊടുക്കുക അല്ലെങ്കിൽ പോയിന്റ്സ് കൊടുക്കുക ഗുഡ് ബിഹേവിയറിന് വേണ്ടി. എന്നിട്ട് അത് ചെറിയ ചെറിയ പ്രിവിലേജസിന് അവർക്ക് അത് കൊടുത്തിട്ട് ആ എന്താ പറയേണ്ടത്, പൈസയ്ക്ക് പകരം ഈ ടോക്കൺസ് അല്ലെങ്കിൽ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ റിവാർഡ് സിസ്റ്റം ലുലുമോളിലൊക്കെ തരുന്നില്ലേ, നിങ്ങൾ ഇത്ര രൂപയുടെ സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് കിട്ടും, അത് അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഒരു 50 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ടോക്കൺ എക്കോണമി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഒരു ജയിലിന്റെ ഉള്ളിൽ ഇത് ശരിക്കും പ്രവർത്തിക്കാൻ കഴിയും. കാരണം എന്താണ്? അവിടെ സ്വാതന്ത്ര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടാണ് ആൾക്കാരെ അവിടെ ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക, അതിനുവേണ്ടി ഇത്ര പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് അനുവദിച്ച് കിട്ടും. അല്ലെങ്കിൽ ഈ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഒരു 1000 പോയിന്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ജയിൽ സെന്റൻസിങ് ഒരു ദിവസം കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെയുള്ള റിഡംഷൻ ഓപ്ഷൻസ് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ കൊച്ചു കൊച്ചു പ്രിവിലേജസ് അവർക്ക് അവിടെ കൊടുക്കുക. അത് മറ്റൊരു മെത്തേഡ് പറയുന്നതാണ്. പിന്നെ മൂന്നാമത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ബിഹേവിയറൽ കോൺട്രാക്റ്റ് ആണ്. അപ്പൊ ഇത് ശരിക്കും ഒരു റിട്ടൺ എഗ്രിമെന്റ് അവിടെ ഉണ്ടാക്കും. അവിടുത്തെ എന്താ പറയണ്ട ജയിലിലെ സ്റ്റാഫും അവിടുത്തെ ഇൻമേറ്റ്സ് എന്ന് പറയുന്നതാണല്ലോ പ്രിസണേഴ്സുമായിട്ട് അവരുടെ ഒരു റിട്ടൺ എഴുതി വെക്കുന്ന ഒരു എഗ്രിമെന്റ്. ഓക്കെ, ഞാൻ എന്റെ ബിഹേവിയർ മാറ്റാം, ഞാൻ നല്ലതുപോലെ ബിഹേവ് ചെയ്യാം, ആൻഡ് എന്താ പറയേണ്ടത്, അത് അവര് നല്ലതുപോലെ അവർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ഗുണം അവർക്കുണ്ടാകും. അപ്പൊ ചിലപ്പം ഈ ഒരു പോയിന്റ് സിസ്റ്റം ഒക്കെ നമ്മൾ പറഞ്ഞ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊണ്ടുവരുന്നാലും ചിലപ്പം ആ വ്യക്തിക്ക് വിശ്വാസം വരണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്, ബിഹേവിയറൽ കോൺട്രാക്ട്. അപ്പൊ ഏകദേശം ആ സെയിം ബേസിക് തന്നെയാണ് സെയിം ബേസിക് ഐഡിയ തന്നെയാണ് ഇവിടെയും അതിനുപയോഗിക്കുന്നത്. പിന്നെ റോൾ പ്ലേ ഉണ്ട്, മോഡലിംഗ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കായിട്ട്. അപ്പോ ബെറ്റർ ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ത്രൂ റോൾ പ്ലേ.
നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ, അതായത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പം അവര് ഡാൻസുകാരും പാട്ടുകാരുമായിട്ടൊന്നും അല്ല അവർ ജനിക്കുന്നത്. പിന്നെ അവരിൽ ആ ഡാൻസ് ചെയ്യാനുള്ള ഒരു അഭിരുചി, പാട്ട് പാടാനുള്ള ചെറിയൊരു അഭിരുചി നമ്മളവിടെ കാണുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം തോന്നും നമ്മുടെ കുട്ടി ഡാൻസ് പഠിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കുന്നു. ഡാൻസ് ക്ലാസ്സിൽ എന്താണ് അവർ ചെയ്യുന്നത്? റോൾ പ്ലേ ആൻഡ് മോഡലിംഗ് ആണ്. ഡാൻസ് ടീച്ചർ ഒരു മുദ്ര കാണിച്ചു കൊടുക്കും, എന്നിട്ട് ആ മുദ്ര അതേ കണക്ക് അനുകരിക്കാനായിട്ട് പറയും. അല്ലെ? ആ മുദ്ര അതേ കണക്ക് അനുകരിക്കുന്നതിനല്ലേ റോൾ പ്ലേ അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതും ഒരു മെത്തേഡായിട്ട്, അപ്പൊ അവിടെ നല്ലതുപോലെ പെരുമാറി ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്ത് പെരുമാറുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ വ്യക്തി നല്ല ഒരു ഡാൻസുകാരനായിട്ട് മാറുമായിരിക്കാം. ഇനി റോൾ പ്ലേയിലൂടെ ഇത് കാണുന്നവർക്കും അതിനകത്ത് കുറച്ചധികം ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഒത്തിരി അധികം ഡീപ്പ് ഇമോഷണൽ ഇഷ്യൂസ് ഉള്ള സാഹചര്യത്തിൽ ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന ഒരു ടെക്നിക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പൊ അവിടെയാണ് CBT അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അങ്ങനെയുള്ള ആ ഒരു ടെക്നിക്സ് ഒക്കെ അല്ലെങ്കിൽ തെറാപ്പീസ് ഒക്കെ അവിടെ കൊണ്ടുവരുന്നത് ഫോർ എ ലോങ് ടേം പ്രിവെൻഷൻ. ഓക്കെ, ദെൻ വി ഹാവ് സൂയിസൈഡ് പ്രിവെൻഷൻ. അപ്പൊ സൂയിസൈഡ് പ്രിവെൻഷനും നമുക്കൊരു ടോപ്പിക് ആയിട്ട് തന്നിരിക്കുക. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ സൂയിസൈഡ് എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിയലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം ഈ ജയിലിന്റെ ഉള്ളിലത്തെ ആൾക്കാർ മരണപ്പെടുന്നതിന്റെ ഒരു ലീഡിങ് കോസ് എന്ന് പറയുന്നത് സൂയിസൈഡ് ആണ്. അവർക്ക് ജീവിതത്തിൽ ഇനി ഒരു ഹോപ്പ് അവർക്ക് നഷ്ടപ്പെടും. പ്രത്യേകിച്ചും അവർ ഫസ്റ്റ് ടൈം ജയിലിലേക്ക് വരികയാണെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരോൾ നിഷേധിച്ചു, അല്ലെങ്കിൽ അവർക്ക് കുടുംബത്ത് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ബാഡ് ന്യൂസ് കിട്ടുമ്പോഴും അവർക്ക് ഈ ഒരു ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യാം. അപ്പൊ ആ ഒരു ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഒരു പക്ഷേ ആ ഒരു എന്താ പറയേണ്ടത് സൂയിസൈഡിനെ കുറിച്ച് അവർ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ കൂടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ക്യാൻ ഡു എന്നുള്ളത്, ഒന്ന് റിസ്ക് അസസ്മെന്റ് നടത്തുക. ഈ റിസ്ക് അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് ടൂൾസ് ഉണ്ട്, അതിന് ഇന്റർവ്യൂസ് ഉണ്ട്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ടോട്ടൽ ആൻസേഴ്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തി ഹൈ റിസ്ക് വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ കഴിയുന്നത് സേഫ്റ്റി പ്ലാനിങ് ആണ്. സേഫ്റ്റി പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഈ വ്യക്തിയെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് വാച്ച് ചെയ്യണം. എന്നിട്ട് ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകാതെ ഇരിക്കുക. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അവരെ കഴിവതും ഐസൊലേറ്റ് ചെയ്ത് വെക്കാതിരിക്കുക. ഒറ്റപ്പെടുത്തി ഇരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് പിന്നീടും കൂടുതൽ അവർ സൂയിസൈഡിലേക്ക് പോവുക എന്നുള്ളത്. പിന്നെ ക്രൈസിസ് കൗൺസിലിംഗ് ഇവിടെ നടത്താം, അല്ലെ? അപ്പൊ ഒരു ഇമോഷണൽ ക്രൈസിസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സമാധാനപ്പെടുത്തി കാം ചെയ്ത് ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ള ആ ഒരു ഫീല് കൊടുത്ത് അതിലൂടെ ആ വ്യക്തിക്ക് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ ഉണർത്തി കൊടുക്കുന്നു, അല്ലെ? ആൻഡ് പിന്നെ ആ ഒരു പിയർ സപ്പോർട്ട് ഇവിടെ വരുന്നു. അതേപോലെ സ്റ്റാഫിന് ഉള്ള ട്രെയിനിങ്ങും കൊടുക്കണം. അപ്പം ഇൻമേറ്റ്സിനെയും സ്റ്റാഫിനെയും ഇങ്ങനെയുള്ള സൈൻസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു സൂയിസൈഡൽ തോട്ട് എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് അങ്ങനെ ഒരു തോട്ട്, ഒരു ചിന്ത തന്നെ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെയുള്ള. അപ്പോ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ മുകളിൽ ഒരു കണ്ണ് വെക്കുക എന്നുള്ളത് മാത്രമല്ല, എന്താ പറയേണ്ടത്, ഒരു കൾച്ചറിൽ തന്നെ ഒരു മാറ്റം അവിടെ വരുത്തണം. കൾച്ചർ ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ. ഓക്കെ, സോ ഗൈസ്, എനി ക്വസ്റ്റ്യൻസ് അപ്പ് അൺടിൽ നൗ? ഓക്കെ, the next thing that we will discuss is anger management. അപ്പം ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആങ്കർ എന്താണെന്നുള്ളത് നമുക്കറിയാം, ദേഷ്യമാണ്, അല്ലെ? അപ്പോ ഈ ഒരു സാഹചര്യത്തില്, ഈ ഇൻമേറ്റ്സിന്റെ സാഹചര്യത്തില് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ഫോർ ദം ടു ഫീൽ ആംഗ്രി. അപ്പോ ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നമുക്കറിയില്ല എങ്കിൽ അപ്പോഴാണ് ആ ഒരു വയലൻസിലേക്കും ഡിസ്ട്രക്ഷനിലേക്കും ഒക്കെ പോകുന്നത്.
നമുക്ക് തന്നെ പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ കയ്യിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞോ തകർക്കാനോ പൊട്ടിക്കാനോ ഒക്കെയുള്ള ആ ഒരു സാഹചര്യം. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ഒരു വടിയെടുത്ത് അടിക്കുകയോ ആരെങ്കിലും ചീത്ത പറയുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യം അല്ലേ. പക്ഷെ ആ ദേഷ്യത്തെ നമുക്ക് ഒരു നിമിഷം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ, എത്ര വലിയ ദേഷ്യമായിക്കോട്ടെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ നമ്മൾ ഒരു പക്ഷേ ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ നമ്മൾ അവിടെ കാണിക്കില്ലായിരുന്നു. ഇത് നമ്മുടെ നോർമൽ ലൈഫിൽ. അപ്പൊ പ്രസന്റില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്കർ പലപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നത് അവരുടെ ആ ഒരു ഡീപ്പർ ഇമോഷൻ ഉണ്ടല്ലോ, അതിന് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു മറയായിട്ട് അവർ ആങ്കറിനെ ഉപയോഗിക്കും. അപ്പോ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് എന്താണ്? ഫിയർ, പെയിൻ, ഷെയിം, ആ ഒരു നാണക്കേട്, എന്താ പറയേണ്ടത്, പിന്നെ പ്രിസൺ തന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അല്ലെ. അപ്പോ ആൾക്കാരെ കാം ആക്കുന്ന ഒരു സ്ഥലമല്ല നാച്ചുറലി പ്രിസൺ എന്ന് പറയുന്നത്. ആൾക്കാർ കുറെ കൂടെ റിയാക്റ്റീവ് ആകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വളരെയധികം ദേഷ്യത്തോടെ എല്ലാവരുടെ പെരുമാറുന്ന ഒരു വ്യക്തിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഒന്ന് മടിക്കും അല്ലെ. അറ്റ്ലീസ്റ്റ് കുറെ ആൾക്കാർ ആ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യത്തില്ല. അപ്പൊ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഡീപ്പ് ഇമോഷൻസ് ലൈക്ക് ഫിയർ ആയിരുന്നാലും പെയിൻ ആയാലും ഷെയിം ആയാലും ഇതൊന്നും പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല. അപ്പോ ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിന്റെ ട്രിഗേഴ്സ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഈ ട്രിഗേഴ്സ് എന്താണ് ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനെ ദേഷ്യം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരിൽ ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പോ ഇത് ഇൻമേറ്റ്സിനെ മനസ്സിലാക്കി കൊടുക്കണം. വാട്ട് സെറ്റ്സ് ഓഫ് ദിയർ ആങ്കർ, അവർക്ക് തന്നെ ആ ഒരു ദേഷ്യം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്താണ്. ആൻഡ് ഹിയർ കംസ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി കൻ ഡു, അതായത് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാം. അപ്പൊ കൊഗ്നിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ചിന്തകൾ തന്നെയാണ്. അപ്പൊ ചിന്ത എപ്പോഴാണ് നമുക്ക് റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരുന്നത്? നമ്മുടെ ചിന്തകളെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ എല്ലാവരും എന്നെ ദ്രോഹിക്കാനേ നോക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത സഹായിക്കാൻ ചെല്ലുന്ന വ്യക്തിയുടെ അടുത്തും അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും അല്ലെ. എല്ലാവരും എന്നെ ദ്രോഹിക്കാനേ നോക്കുന്നുള്ളൂ, എന്നെ സഹായിക്കാൻ ആരും നോക്കുന്നില്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് സഹായിക്കാനാണ് വന്നത്, ആ സഹായം പോലും നിനക്ക് ദ്രോഹമായിട്ടാണ് തോന്നുന്നത്. there is when the cognitive restructuring will take place. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ്, ബ്രീതിങ് എക്സസൈസസ്, മസിൽ റിലാക്സേഷൻ ഉള്ളത്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അസേർട്ടീവ് ആകാനുള്ള ആ ഒരു ട്രെയിനിങ്. അപ്പൊ അസേർട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ദേഷ്യപ്പെടാതെ എങ്ങനെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരും. നമുക്ക് നോ പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരും അല്ലെ. അപ്പൊ ചില വ്യക്തികളുടെ അടുത്ത് നമുക്ക് നോ പറയാൻ ഒക്കത്തില്ല, ചില സാഹചര്യങ്ങളോട് നമുക്ക് നോ പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവിടെ നോ പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ ഒരു അസേർട്ടീവ്നെസ്. അപ്പൊ ബീയിങ് അസേർട്ടീവ് മീൻസ് നമ്മൾ റൂഡ് ആകാതെ വളരെയധികം നമ്മളെ എന്താ പറയേണ്ടത്, ഒരു മയത്തിൽ തഞ്ചത്തിൽ കാമായിട്ട് നമുക്ക് എന്താ പറയേണ്ടത്, ഒട്ടും അഗ്രഷൻ ഇല്ലാതെ നമുക്കൊരു കാര്യം പറ്റില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഈ ആങ്കർ മാനേജ്മെന്റ് ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിലൂടെയും ചെയ്യാം, ഗ്രൂപ്പ് സെഷൻസിലൂടെയും ചെയ്യാം. സി ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ അതായിരിക്കും, ആ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സെഷൻ ആയിരിക്കും. ആ സെഷന്റെ ഉള്ളിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ഡിഫറെന്റ് മെത്തേഡ്സ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് ആങ്കർ കൺട്രോൾ ചെയ്യുകയല്ല, ശരിക്കും ആ ഒരു ഇമോഷണൽ ഹീലിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോ ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് ആണ്. സോഷ്യൽ സ്കിൽസ് എപ്പോഴാണ് നമുക്ക് സോഷ്യൽ സ്കിൽസിന്റെ ട്രെയിനിങ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്? ഏകദേശം ഒരു 2 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം എന്താ പറയേണ്ടത്, അമ്മയും അച്ഛനെയൊക്കെ കണ്ടാൽ മനസ്സിലാകുന്ന ആ ഒരു പ്രായം മുതലേ ഒരു കുട്ടിയുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ സോഷ്യൽ സ്കിൽസിന് ഒരു എൻഡ് ഇല്ല അല്ലെ. ഇത് നമുക്കറിയാം, അവര് 10 വയസ്സിൽ താഴെയുള്ള, ഒരു 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതാണ് അല്ല ടീനേജേഴ്സ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ 13 വയസ്സുള്ള ടീനേജർ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല 19 വയസ്സുള്ള ടീനേജർ ബിഹേവ് ചെയ്യുന്നത്. ഇനി അതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു ബിഹേവിയർ ആയിരിക്കും ആ ഒരു 24, 25 ഒക്കെ ആകുമ്പോഴത്തേക്ക്. അത് പിന്നെ 40 ആകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, 50 ആകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് പിന്നെ ഒരു 70 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി.
അപ്പോ ശരിക്കും ആ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതെന്താണ് ഈ സോഷ്യൽ സ്കിൽസ്? ഇൻമേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് അവർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് പലപ്പോഴും അവർക്കുണ്ടാവില്ല. അവരുടെ കാര്യത്തിലാണ് ഈ വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, എടുത്ത വായിൽ തെറി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും അവരവരുടെ ആ ഒരു കയ്യിലിരിപ്പും പ്രവൃത്തിയും അവരുടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ചെന്നുപെട്ട് ചിലപ്പോൾ ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും ജയിലിൽ വന്ന് പെടാനായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പൊ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറിക്കുന്നതിന് പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും. ചിലപ്പം ഒരു തകർന്ന കുടുംബമായിരിക്കും, ആ ഒരു പശ്ചാത്തലമായിരിക്കും അവർക്കുള്ളത്. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, വളരെ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാകാം. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ആ ഒരു 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 പാവപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് നോക്കിയാൽ. ഇന്ന് ഒരു 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 കൊച്ചുകുട്ടിയെ ഞാൻ ഒരു ATM-ൽ വെച്ച് കണ്ടു. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് കാണുമായിരിക്കും അവന്. അപ്പോ എന്താ പറയേണ്ടത്, ഒരു പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഒരു കുട്ടിയാണ്. അപ്പൊ ഇവന് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടും ആ ATM-ന്റെ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ അതിന്റെ തൊട്ടു ബാക്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് എത്തി നോക്കി എന്താണ് ഈ കുട്ടി ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അവൻ അവിടെ 150 അടിച്ചോണ്ടിരിക്കുകയാണ്. 150. അപ്പൊ അത് പറയും, എഴുതി കാണിക്കും 100, 200, 500, 50 ഇല്ല എന്നുള്ളത്. അപ്പൊ ഈ 50 ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം അവനില്ല. ഓക്കെ, അപ്പൊ വീണ്ടും 150 അടിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ 150 നിനക്ക് അതിനകത്ത് നിന്ന് കിട്ടത്തില്ല, നിനക്കത് ഒന്നുകിൽ 100 എടുക്കാം അല്ലെങ്കിൽ 200 എടുക്കാം. അപ്പോ ആള് അങ്ങ് ഭയങ്കര ഡെസ്പായി അങ്ങ് സങ്കടപ്പെട്ട് പിന്നെ അവൻ 100 രൂപ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ഒന്ന് എന്താ പറയേണ്ടത്, അവന്റെ ആ ഒരു ബുദ്ധിമുട്ട്. അവനാ വന്ന് പൈസ എടുത്തിരിക്കുന്നത് അവന് വേണ്ടി ആയിരിക്കത്തില്ല. അവനാ വന്ന് പൈസ എടുത്തിരിക്കുന്നത് അവന്റെ വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ പറഞ്ഞു വിട്ടിട്ടായിരിക്കും അവനാ വന്ന് ആ പൈസ എടുത്തിരിക്കുന്നത്. ആൻഡ് 150 രൂപ ഒരു പക്ഷെ ആരെങ്കിലും കടം കൊടുത്ത പൈസയായിരിക്കും. അപ്പൊ അവർക്ക് ഒരു പക്ഷെ ആ ഒരു അറിവില്ല ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു വിടാനായിട്ട്, മോനെ അതിൽ നിന്ന് എനിക്ക് 150 എടുക്കാൻ പറ്റില്ല, 100 എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്, അല്ലെ? അപ്പോ അത് അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ ഒരു 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 പെയിൻ, ഇന്ന് ആ കുട്ടി അനുഭവപ്പെട്ടതും ഒരു പെയിൻ ആണ് അവൻ അനുഭവപ്പെട്ടത്, അല്ലെ? അവന് ആ ഒരു ഉദ്ദേശിച്ച കാര്യം അവന് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു 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 സിറ്റുവേഷൻ. അപ്പോ എന്താ പറയേണ്ടത്, ഇവിടെ സോഷ്യൽ സ്കിൽസിന് എന്തെങ്കിലും പ്രാധാന്യം അവർ കൊടുക്കും എന്നുള്ളത് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ തന്നെ ആ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നാരെങ്കിലും ചിന്തിക്കും എന്ന് ഉള്ളതും തോന്നുന്നുണ്ടോ? ഇല്ല. ഇതേ കുട്ടി തന്നെ എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ വളർന്ന് മുതിർന്ന് ഒരു 24, 25, 22, 18, 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത്. ഈ സ്വഭാവം തന്നെ ഇപ്പൊ അവന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ സഹായിച്ചില്ലെങ്കിൽ അവന്റെ ഈ സ്വഭാവം ഇനി വഷളായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ആരെയും വകവയ്ക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് എന്താ പറയേണ്ടത്, ദാറ്റ് ഇസ് വേർ ദ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് കംസ് ഇൻ ടു പിക്ചർ. അപ്പം ഇവിടെ ഈ ഒരു ജയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും അതൊരു സർവൈവൽ ബേസ്ഡ് എൻവയൺമെന്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? ഒരു പ്രിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ജസ്റ്റ് സർവൈവ് ചെയ്ത് പോകുക, ലക്ഷറി ഒന്നും ഇല്ലല്ലോ, ഒരു സർവൈവൽ ബേസ്ഡ് എൻവയൺമെന്റ് തന്നെയാണ്. അപ്പോൾ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു SST അവിടെ ആ ഒരു ഇൻമേറ്റ്സിനെ ഒത്തിരി അധികം കാര്യങ്ങൾ പഠിപ്പിക്കും. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളത്. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും നിൽക്കാതെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ലിസണിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ആ ബോഡി ലാംഗ്വേജ് ആൾക്കാരുടേത് റീഡ് ചെയ്ത് മനസ്സിലാക്കി അത് ആ സോഷ്യൽ സ്കില്ലിന്റെ ഭാഗമായിട്ട്. കാരണം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത്. ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്ന സോഷ്യൽ സ്കില്ലിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാനായിട്ട് അത് കാമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വയലൻസ് ഉപയോഗിക്കാതെ ആ ഒരു ഡിസഗ്രിമെന്റ്സിനെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്ത് ഒരു സെറ്റിൽമെന്റിൽ എത്താനായിട്ട് ഉള്ള ആ ഒരു സ്കിൽ, അതും ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ സ്കില്ല് തന്നെയാണല്ലോ, അല്ലെ? ആൻഡ് നല്ല തീരുമാനങ്ങളിൽ എത്താനായിട്ട്. അപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കുക, നേരത്തെ കൂട്ടി ഒരുപക്ഷെ പ്ലാൻ ചെയ്യുക, എന്നിട്ട് പ്രോബ്ലംസ് വരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് സോൾവ് ചെയ്ത് പോവുക.
ഇപ്പം എനിക്ക് വീടില്ല അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല എന്നുള്ള ആ ഒരു പ്രോബ്ലം എനിക്ക് ഒറ്റ നൈറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. എനിക്കിപ്പോ ഒരു വീട് വെക്കണമെങ്കിൽ എനിക്ക് പൈസ വേണം. എനിക്ക് പൈസ വേണമെങ്കിൽ എനിക്കൊരു ജോലിയോ ഒരു ബിസിനസ്സോ വേണം. അപ്പൊ ഈ ജോലിയോ ബിസിനസ്സോ കിട്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യാൻ അറിയുന്നതേ എനിക്ക് ബിസിനസ്സിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്ക്, അപ്പൊ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളത്, ആൻഡ് അവരെ ആ ജയിൽ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിൽ തയ്യാറാക്കി എടുക്കുക, ഗെറ്റ് ദം റെഡി ടു വർക്ക് അല്ലെങ്കിൽ ഫോർ വർക്ക് എന്നുള്ളത്. അപ്പൊ വർക്ക് പ്ലേസ് ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അതായത് കൃത്യസന്ധത, കൃത്യനിഷ്ഠ, ടീം വർക്കിന്റെ പ്രാധാന്യം എന്താണ്, ഫീഡ്ബാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് തരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയണ്ടത് ജയിലിലെ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ അവരെ തല്ലാനായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇതിന് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റോൾ പ്ലേസ് ഉപയോഗിക്കാം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉപയോഗിക്കാം, അതായത് ലേൺ ടുഗെദർ എന്നുള്ളത്, സപ്പോർട്ട് ഈച്ച് അതർ എന്നുള്ള ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉപയോഗിക്കാം. ആൻഡ് ഇവിടെ വീണ്ടും ആ ഒരു തോട്ട് പാറ്റേൺസ് ചേഞ്ച് ചെയ്ത് ആ ഒരു ഗുഡ് ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് CBT ഇവിടെ നമുക്ക് ഒത്തിരി അധികം ഉപയോഗിക്കാവുന്നതാണ് അല്ലെ. അപ്പോ സോഷ്യൽ സ്കിൽസ് നേടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജയിൽ ജീവിതത്തിലുപരി ആ ജയിലിൽ നിന്ന് വിട്ടുവരുമ്പോഴുള്ള ജീവിതത്തിനെ അത് അവരെ സഹായിക്കും. കാരണം അവർക്ക് ജോലി കിട്ടാനും ഫാമിലി ലൈഫായിട്ട് മുമ്പോട്ട് പോവുക, ക്രൈംസ് അവോയ്ഡ് ചെയ്ത് പോവുക, അതിനൊക്കെ ഒരു നല്ല സഹായമായി മാറും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ആ ഒരു സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് കൊണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പോ ഇനി അടുത്തത് എന്താണ്, ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് ആണ് ശരിക്കും നമുക്ക് ഇനി അടുത്തത് നോക്കാനായിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദാറ്റ് ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. അതിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, ചില ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഏകദേശം അതിന്റെ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് അവിടെ വരും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊളാബറേഷൻ ആണ് അല്ലെ. അപ്പൊ എന്ത് തരത്തിലുള്ള കൊളാബറേഷൻ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സൈക്കോളജിസ്റ്റുമായിട്ടും സൈക്കാട്രിസ്റ്റുമായിട്ടും ലീഗൽ പ്രൊഫഷണൽസുമായിട്ടും പ്രിസൺ സ്റ്റാഫുമായിട്ടും കൊളാബറേറ്റ് ചെയ്യണം. ആര് കൊളാബറേറ്റ് ചെയ്യണം? വെൽഫെയർ ഓഫീസർക്ക് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. അതാണ് ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഡിസിപ്ലിൻസ് ആണ് അല്ലെ. സോഷ്യൽ വർക്ക് ഇസ് എ ഡിഫറെന്റ് ഡിസിപ്ലിൻ, സൈക്കോളജി, സൈക്കാട്രി, ലീഗൽ, നിയമ വക്കീലന്മാര്, പ്രിസൺ സ്റ്റാഫ്, ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോ എന്താ പറയേണ്ടത്, ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് ആ ഒരു കറക്ഷണൽ സെറ്റിംഗ്സിൽ ഇറ്റ് സിംപ്ലി മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെന്റ് പ്രൊഫഷണൽസിലുള്ള ആൾക്കാര് ഒത്തുചേർന്ന് ഒരു കോമൺ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. കാരണം ഇതില് ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇൻമേറ്റിന്റെ പ്രോബ്ലം അവിടെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം പ്രിസൺസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ അതിനകത്തുള്ള ആ ആളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാം, ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകാം, ട്രോമ ഉണ്ടാകാം, അഡിക്ഷൻ ഉണ്ടാകാം, എന്തിനു പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകാം. അപ്പോ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ടീം അവിടെ വേണം. സോഷ്യൽ വർക്കേഴ്സിന് ഒരു സ്പെഷ്യൽ റോൾ ഇതിനകത്തുണ്ട്. പലപ്പോഴും സോഷ്യൽ വർക്കർ ആയിരിക്കും ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഇൻമേറ്റ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പ്രൊഫഷൻസ്. അപ്പോ ഈ എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്ത് അതിനെ ഒരു പൂർണ്ണ രൂപത്തിലാക്കി എടുക്കുന്ന ജോലിയാണ് ഈ സോഷ്യൽ വർക്കർക്ക് വരിക. അപ്പോ ആ ഇൻമേറ്റിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന റിസ്ക് അനാലിസിസും കാര്യമൊക്കെ നടത്തുന്നത് സോഷ്യൽ വർക്കറാണ്, അതായത് വെൽഫെയർ ഓഫീസർ. എന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട കേസ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിടുന്നു, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത് അങ്ങോട്ട് വിടുന്നു, ലീഗൽ ടീമിന്റെ ഹെൽപ്പാണ് വേണ്ടതെങ്കിൽ അത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. അതേപോലെ എന്താ പറയേണ്ടത്, പ്രിസൺ സ്റ്റാഫിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് പ്രിസൺ സ്റ്റാഫുമായിട്ട് എന്താ പറയേണ്ടത് അവിടെ എന്താ പറയേണ്ടത് കൈകാര്യം ചെയ്യുന്നു. അപ്പോ നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി മേക്ക് ഷുവർ എവ്രി വൺസ് എഫേർട്ട് ആർ പുട്ട് ടുഗെദർ.
അല്ലെങ്കിൽ എല്ലാവരുടെയും എഫേർട്സ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഒരു പ്രിസൺ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും എഫേർട്സ് അവിടെ ഉണ്ടാകണം. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്പെസിഫിക്കലി നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ പലപ്പോഴും ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും ആ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ അത് ആക്ച്വലി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്ന? കാരണം ആ ഒരു ബിഹേവിയർ ചേഞ്ച് അവിടെ കൊണ്ടുവരണമെങ്കിൽ ദെൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവിടെ വരുന്നത്. ആസ് എ വെൽഫെയർ ഓഫീസർ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് യു ഹാവ് പാസ്ഡ് ഇറ്റ് ഓൺ ടു ദ ഹെൽത്ത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ട ഒരു ക്ലിനിക്കൽ ടീം. അപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു നോർമൽ സൈക്കോളജിസ്റ്റോ ഇതിന് വരും. അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് ആണ് ശരിക്കും പ്രിസണില് അവരുടെ ഇൻമേറ്റ്സിന്റെ ചിന്തകളെ കുറിച്ച് പഠിപ്പിക്കാനും ഫീലിങ്സിനെ കുറിച്ചും ബിഹേവിയേഴ്സിനെ കുറിച്ചും അതിനകത്ത് ബിഹേവിയർ മാറ്റുക, CBT ടെക്നിക്സ് ഉപയോഗിക്കുന്നത്, ആങ്കർ മാനേജ്മെന്റ് നടത്തുന്നത്, ട്രോമ കെയർ നടത്തുന്നത്, ഇതൊക്കെ ഈ സൈക്കോളജിസ്റ്റുകളാണ്. അതുകൊണ്ട് ആങ്കർ മാനേജ്മെന്റ് എങ്ങനെ നടത്തണം എന്നുള്ളത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇപ്പൊ റെലവെന്റ് അല്ല. ദാറ്റ് ഇസ് വൈ ഐ സെഡ് നമുക്ക് ആ ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ അതിൽ മനസ്സിലാക്കേണ്ടതുള്ള. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് കളക്ട് ചെയ്യുന്നു, ഫാമിലി ഹിസ്റ്ററി എടുക്കുന്നു, അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് പഠിക്കുന്നു, കമ്മ്യൂണിറ്റി ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നു, എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒരു പൂർണ്ണ രൂപത്തില് ഒരു കഥയാക്കിയിട്ട് സൈക്കോളജിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ പറയേണ്ടത്? ആ ഒരു തെറാപ്പി സോഷ്യൽ വർക്കർക്ക് പ്ലാൻ ചെയ്യാം. അത് ആ ഒരു പ്രിസൺ കൾച്ചറിന് സൂട്ടബിൾ ആകുന്ന രീതിയിൽ, പ്രിസണിലെ സാഹചര്യത്തിന് സൂട്ടബിൾ ആകുന്ന രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ നടപ്പാക്കുന്നത് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് എന്തൊക്കെയാണ് അവിടെ വരുന്ന ആ ഒരു ഡെയിലി ചേഞ്ചസ് എന്നൊക്കെ ഉള്ളത്? അതായത് സൈക്കോളജിസ്റ്റ് കുറച്ചു നേരം ആ ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞങ്ങ് പോയല്ലോ, ദെൻ യു ആർ ദ വൺ ഹു ഈസ് ഒബ്സർവിംഗ് ദ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ, അപ്പൊ നിങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മേ ബി യു വിൽ ഹാവ് എ ഫോം ടു ഫിൽ അപ്പ് ഓരോ ദിവസവും. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതേപോലെ സൈക്കാട്രിസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മെന്റൽ ഇൽനെസ്സിനും അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസിനും വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോ ഇവിടെയും സോഷ്യൽ വർക്കർ എന്താണ് ചെയ്യുന്നത്? ഇവര് ഡോക്ടേഴ്സ് ആണ്. സൈക്കാട്രിസ്റ്റ് പിന്നെ ഡോക്ടറായി. അപ്പോ സോഷ്യൽ വർക്കർക്ക് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും മുകളിലാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ വർക്കർ ഇസ് നോട്ട് ക്വാളിഫൈഡ് ടു ട്രീറ്റ് മെന്റൽ ഇൽനെസ്. പക്ഷേ സോഷ്യൽ വർക്കർ ക്യാൻ ഐഡന്റിഫൈ മെന്റൽ ഇൽനെസ് ആൻഡ് അതിന് സൊല്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം. എന്താണ്? സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവുക എന്നുള്ളത്. അപ്പോ ഈ സൈക്കാട്രിസ്റ്റ് ചെയ്യുന്ന എന്താണ്? അവര് ആ ഒരു മെന്റൽ ചലഞ്ചസ് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നു ആൻഡ് എന്താ പറയേണ്ടത്, അവര് മെഡിക്കേഷൻ കൊടുക്കുന്നു, അവര് മെഡിക്കേഷൻ മോണിറ്റർ ചെയ്യുന്നു. പിന്നെ എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തി മെന്റലി ഫിറ്റ് ആണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതും സൈക്കാട്രിസ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളിലെ ഷോർട്ട് ടേം ജയിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അവര് വിചാരണ നടക്കുന്ന വേളയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ജയിലുകള്. അപ്പൊ അവിടത്തെ ജയിലിലത്തെ അന്തേവാസിയെ ഒരു സൈക്കാട്രിസ്റ്റ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യണം, ഇവൻ കോടതി ഹിയറിങ്ങിന് പോകാൻ മെന്റലി ഫിറ്റ് ആണോ എന്നുള്ളത്. മനസ്സിലായ? അപ്പൊ ഇനി അതും അല്ലെങ്കിൽ അവന്റെ മുകളിൽ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവനുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അസസ്മെന്റ് അവിടെ വേണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ വർക്കറുടെ റോൾ എന്താണ്? വി ആർ ഓഫൻ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ആർ ഓഫൻ ദ ഫസ്റ്റ് വൺസ് ടു നോട്ടീസ് വെൻ സംതിങ് ഗോസ് റോങ്. എന്തെങ്കിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് സോഷ്യൽ വർക്കറാണ്, ഇവിടെ വെൽഫെയർ ഓഫീസറാണ്. കാരണം യു ആർ ദ പ്രൊഫഷണൽ ഹു ഇസ് ട്രെയിൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നിട്ട് യു എക്സ്പ്ലെയിൻ ദാറ്റ് അവർക്ക് ഡയഗ്നോസിസ് വേണം, അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ വേണം, അവർക്ക് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കുക. ഇനി ഒരു വ്യക്തി ജയിലിൽ നിന്ന് റിലീസ് ആവുന്ന സമയത്ത് അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആണ്, അവര് പ്രിസന്റ് പുറത്തു പോയതിനു ശേഷം വീണ്ടും ഒരു റിലാപ്സിലേക്കോ അല്ലെങ്കിൽ റീ ഒഫൻഡിലേക്കോ പോകില്ല, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും സോഷ്യൽ വർക്കറുടെ. അപ്പൊ ഇത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കർക്ക് സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കാം. പക്ഷെ ഇത് ഉറപ്പുവരുത്തണം അവന് പ്രശ്നം ഇല്ലാതെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ആണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലേ?
അപ്പോ ഈ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ട് എന്താണ്, ഒരു കുറ്റവാളി വീണ്ടും കുറ്റം ചെയ്യുന്നതിൽ നിന്ന് സോഷ്യൽ വർക്കർക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ്. ഇനി ലീഗൽ പ്രൊഫഷനുമായിട്ട്, അപ്പൊ സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റ് കഴിഞ്ഞ് ഇനി ആ ഒരു ലീഗൽ പ്രൊഫഷണൽസുമായിട്ടുള്ള എന്താ പറയേണ്ടത്, ആ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ് വരുന്നത്? ലീഗൽ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് വക്കീൽ മാത്രമല്ല, സോഷ്യൽ വർക്കറുടെ പണിയല്ലല്ലോ എന്താ പറയേണ്ടത്, ഈ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആണോ? ഓക്കെ. അപ്പൊ വക്കീലന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, ജഡ്ജസുമായിട്ട്, പ്രോസിക്യൂട്ടേഴ്സ് ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അല്ലെ? അവരാണ് കൂടുതലും, അവർ ഗവൺമെന്റിന്റെ ഭാഗം അവരാണ് കൂടുതലും എന്താ പറയേണ്ടത്, റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് ലീഗൽ റൂൾസ് ആൻഡ് എവിഡൻസ് അല്ലെ? അപ്പൊ സോറി, നോട്ട് യു, ഈ ആൾക്കാര് ലീഗൽ റൂൾസും എവിഡൻസുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ് ലോയേഴ്സ്, ജഡ്ജസ്, പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് പലപ്പോഴും എന്താ പറയേണ്ടത്, ആ ഒരു ക്രൈം ചെയ്ത വ്യക്തിയുടെ പിന്നിലെ ഒരു നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ആ ജഡ്ജസിനോ ലോയേഴ്സിനോ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനോ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസർ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോ വെൽഫെയർ ഓഫീസർ അവിടെ ബിഫോർ സെന്റൻസിങ് റിപ്പോർട്ട്സ് തയ്യാറാക്കും. അപ്പോ ഈ റിപ്പോർട്ട്സിനകത്ത് എന്താ പറയേണ്ടത്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരാം, അവർക്ക് എന്തെങ്കിലും ട്രോമ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരാം, എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരാം, ഇനി അവർ കുറ്റം ചെയ്തതിന്റെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൺഫെഷൻ നിങ്ങളോട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ വരാം. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പ്രൊബേഷൻ ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണത്തെ പരീക്ഷയ്ക്കും ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എന്റെ ക്ലാസ്സിലും സ്റ്റുഡൻസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ചോദ്യം വരുമോ എന്നുള്ളത്. അത് വരികയും ചെയ്തു. 3ാമത്തെ തവണ വീണ്ടും അതേ 2 ചോദ്യങ്ങളും വന്നു, ഒന്നൊന്നിന് പിന്നാലെയായിട്ട്. അതായത് ഒരു സിനാരിയോ ഇതാണ്, ഒരു സോഷ്യൽ വർക്കർ ഇപ്പൊ ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു എന്താ പറയണ്ട, പ്രൊബേഷൻ ഓഫീസർ കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ? പ്രൊബേഷൻ ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട് ഒരു വ്യക്തിക്കെതിരെ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? അതേപോലെ ഇവിടെ ഒരു ചോദ്യം വരാം, ഈ ഒരു വെൽഫെയർ ഓഫീസർ ആ ഒരു ബിഫോർ സെന്റൻസിങ് റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിന്റെ ആൻസർ പറ്റില്ല എന്നാണ്. അതിനകത്ത് ഇറ്റ് ക്യാൻ ആഡ് വാല്യൂ ടു ദ കേസ്, പക്ഷെ അതൊരു ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് അവിടെ കണക്കിലെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ എടുക്കുന്നത് ഒരു ലീഗൽ ചൊവ്വയോടെ അല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത് പോലെ അല്ല ഒരു സോഷ്യൽ വർക്കർ. ഒരു സോഷ്യൽ വർക്കർ അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് അവരുടെ അടുത്ത് നിന്ന് പല ഇൻഫർമേഷനും എടുക്കുന്നത്. അപ്പൊ അത് ഒരു എന്താ പറയേണ്ടത്, എവിഡൻസ് ആയിട്ട് കോടതി അതിനെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെന്റൻസിങ് നടക്കുന്നതിന് അത് മിക്കവാറും ഈ ട്രയൽ നടക്കുന്ന ചില ട്രയൽ കാലാവധി എന്ന് പറയുമ്പോഴത്തേക്ക് 8 വർഷം 10 വർഷമൊക്കെ ചില കേസിന്റെ ട്രയൽ നീണ്ടുപോകും. അപ്പൊ ഈ 10 വർഷം വരെയും ഈ വിചാരണ തീരാതെ ആ വ്യക്തിയെ പുറത്തു വിടത്തില്ല. പ്രത്യേകിച്ചും സീരിയസ് ആയിട്ടുള്ള കൊല പോലത്തെ കുറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ വിചാരണ തീരാതെ പുറത്തു വിടത്തില്ല. അപ്പോ ആ വിചാരണ എല്ലാം കഴിഞ്ഞ് ഇവരിപ്പോ ഇത്രയും നാൾ ജയിലിൽ കിടന്ന് ആ ജയിലിൽ വെൽഫെയർ ഓഫീസറും ഉണ്ട്. സോ അതാണ് ബിഫോർ സെന്റൻസിങ് റിപ്പോർട്ട്. അപ്പൊ ഈ വ്യക്തിയുടെ സെന്റൻസിങ് നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ വെൽഫെയർ ഓഫീസർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാം. അപ്പൊ അതിനകത്ത് വെൽഫെയർ ഓഫീസർ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ടു പ്രിസൺ ഉണ്ടോ, ലൈക്ക് ഈ വ്യക്തിക്ക് പ്രൊബേഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൊലക്കുറ്റത്തിനല്ല ഞാൻ ഈ പറയുന്ന, കൊലക്കുറ്റത്തിനൊക്കെ ഫിക്സ്ഡ് ആണ്, അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൊലക്കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് അങ്ങ് പോകും. ഓക്കെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തിയെ കൊല്ലാനായിട്ട് കോടതി വിധിക്കുന്നതിനെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചില കുറ്റങ്ങൾക്ക് പ്രൊബേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ, റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ഉപയോഗിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സജഷൻസ് കോടതി. ആൻഡ് ഈ സജഷൻസ്
കോടതിയുടെ പ്രൊസീഡിങ്സിൽ ഉൾപ്പെടുത്തി ആൻഡ് അവർക്ക് ആ വ്യക്തികളുടെ സാഹചര്യം, അവരുടെ അവകാശങ്ങള് എല്ലാം ഒന്നും കൂടെ അവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അവരുടെ ലിറ്ററസി റേറ്റ് വളരെ പൂറാണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റിപ്പോർട്ട് ആ സെന്റൻസിങ്ങിനെ ബാധിക്കും എന്നുള്ളതാണ്. അത് എല്ലാത്തിനും ഇല്ല, ചില കുറ്റങ്ങളിൽ അനുവദിച്ചപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളിൽ അത് സാധിക്കും. അത് ലീഗൽ പ്രൊഫഷണൽസിന്റെ കൊളാബറേഷൻ അങ്ങനെയാണ് വരുന്നത്. ഇനി കൊളാബറേഷൻ വിത്ത് പ്രിസൺ സ്റ്റാഫ്. അപ്പൊ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ ഇസ് ആ ഒരു സേഫ്റ്റിയും സപ്പോർട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ പ്രിസൺ ഓഫീസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവിടെ ഡിസിപ്ലിൻ ഉറപ്പുവരുത്തുക. അപ്പൊ പ്രിസൺ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിസണിലുള്ള പ്രിസൺ ഗാർഡ്സ്, പോലീസുകാർ, അവരാണ് പ്രിസൺ സ്റ്റാഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ. പ്രിസൺ സ്റ്റാഫ് എല്ലാം പോലീസിന്റെ യൂണിഫോം ഇട്ട് വരുന്നവരാണ്. ഓക്കെ, അപ്പൊ അവരവിടെ അവർ ഡിസിപ്ലിൻ ഉറപ്പുവരുത്തണം, സേഫ്റ്റി ഉറപ്പുവരുത്തണം, ആൻഡ് ഈ ഇൻമേറ്റ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. ഇതാണ് പ്രിസൺ ഓഫീസേഴ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ വെൽഫെയർ ഓഫീസർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? യു വിൽ ഫോക്കസ് ഓൺ സപ്പോർട്ട്, കൗൺസിലിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ. നമുക്ക് രണ്ടുപേർക്കും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ആ ജോലിയാണ്. ഒരു പക്ഷേ ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലിനെ ഈ പ്രിസൺ ഓഫീസേഴ്സിന്റെ സാന്നിധ്യമോ അവരവിടെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ള അറിവോ ഇല്ല ക്രിമിനലിന്റെ മനസ്സിൽ ഇല്ലെങ്കിൽ വെൽഫെയർ ഓഫീസറിനെ തന്നെ ചിലപ്പം അടിപറ്റിക്കും, അല്ലേ? അപ്പൊ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് പ്രിസൺ ഓഫീസേഴ്സ് നമുക്ക് അവിടെ വേണം. അപ്പൊ നമുക്ക് രണ്ട് വ്യത്യസ്തമായ റോൾസ് ആണ് ശരിക്കും ഇവിടെ ഈ കാണുന്നത്. ആൻഡ് ചില സാഹചര്യങ്ങളില് ഈ റോൾസ് ക്ലാഷ് ആണ്. അപ്പൊ എങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നിങ്ങളിപ്പം കൗൺസിലിംഗ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു CBT അവിടെ ഉദ്ദേശിക്കുന്നത്, ഇവര് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ബലം പ്രയോഗിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? കൺട്രോളിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവിടെ അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം, എങ്കിലേ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമ്മൾ അവിടെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ തന്നിട്ട് നിങ്ങളുടെ പ്രസന്റ് സെന്റൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ നോക്കാം. പക്ഷെ അവര് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ വടിയെടുത്ത് വീശി തന്നെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അവിടെ. അപ്പൊ അവിടെ ഒരു ക്ലാഷ് വന്നു, അവിടെ ഒരു ഡിഫറൻസ് അവിടെ വന്നല്ലേ. അപ്പൊ ഈ ക്ലാഷ് നിലനിന്ന രണ്ടു കൂട്ടർക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. സ്വാഭാവികമായിട്ടും വെൽഫെയർ ഓഫീസർ അവിടെ നിന്ന് പിൻവാങ്ങും. കാരണം വെൽഫെയർ ഓഫീസറിന്റെ എണ്ണം കുറവായിരിക്കും, അവിടെ പ്രിസൺ ഓഫീസേഴ്സിന്റെ എണ്ണം ആയിരിക്കും അവിടെ കൂടുതൽ. സോ ബോത്ത് ഹാവ് ടു വർക്ക് ടുഗെദർ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസൺ ഓഫീസേഴ്സ് ചെയ്യുന്നത് അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. എമർജൻസീസ്, അതിനകത്തുണ്ടാകുന്ന വഴക്കുകൾ, അടി ഇടി ആൻഡ് സെക്യൂരിറ്റി, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോ ഡിഫിക്കൽട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് മാത്രമല്ല അവിടുത്തെ ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ, ഭക്ഷണം, പുറമേ നിന്ന് ആൾക്കാർ അവർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നു, ആൻഡ് എന്താ പറയണ്ട പലതരത്തിലുള്ള സ്കെഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതെല്ലാം പ്രിസൺ ഓഫീസേഴ്സ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഒരു കൊളാബറേഷൻ നടക്കാനായിട്ട് സാധിക്കുക? അപ്പൊ ഈ ഓഫീസേഴ്സ് പലപ്പോഴും ദേ വിൽ ഹെൽപ്പ് അസ്, അതായത് പ്രിസൺ ഓഫീസേഴ്സ് വെൽഫെയർ ഓഫീസേഴ്സിനെ സഹായിക്കും ആ കൗൺസിലിംഗ് സെഷൻസ് ഓർഗനൈസ് ചെയ്യാനായിട്ട്, ഗ്രൂപ്പ് പ്രോഗ്രാംസ് നടത്താനായിട്ട്. കാരണം ആഫ്റ്റർ ഓൾ ഒരു സെറ്റ് ഓഫ് ക്രിമിനൽസിന്റെ കൂടെയാണ് അവിടെ ഇരുന്നുകൊണ്ട് ഗ്രൂപ്പ് പ്രോഗ്രാംസ് നടത്താൻ പോകുന്നത്. അപ്പൊ ഈ പ്രിസൺ ഓഫീസേഴ്സിന്റെ സേഫ്റ്റി അവിടെ ഇല്ലെങ്കിൽ ഈ ഒരു വെൽഫെയർ ഓഫീസർക്ക് ആ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം അവിടെ നടത്താനായിട്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ പ്രിസൺ ഓഫീസേഴ്സ് പലപ്പോഴും ആ ഇൻമേറ്റ്സിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു വെൽഫെയർ ഓഫീസറിനേക്കാളും വേഗം പ്രിസൺ ഓഫീസർ അത് മനസ്സിലാക്കും. ആൻഡ് ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് വെൽഫെയർ ഓഫീസറുടെ അടുത്ത് ഷെയർ ചെയ്യാം. ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ വെൽഫെയർ ഓഫീസറിന്റെ അടുത്ത് കിട്ടിയാൽ വെൽഫെയർ ഓഫീസറിന് ആ ഇൻഫർമേഷനും കൊണ്ട് സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ അടുത്തേക്ക് പോകാം, അല്ലെ? അപ്പൊ അങ്ങനെ ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് അവിടെ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ അന്യോന്യം അവിടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്? വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്? വി ആക്ച്വലി സ്റ്റെപ്പ് ഇൻ ടു സോൾവ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഇൻമേറ്റ്സ്.
ഇൻമേറ്റ്സ് തങ്ങളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പറഞ്ഞ് നല്ല രീതിയിൽ പരിഹരിക്കുന്നതിന് വെൽഫെയർ ഓഫീസേഴ്സ് അവിടെ പോകും. ആൻഡ് പ്രിസൺ ഓഫീസേഴ്സ് എപ്പോഴാണ് അത് ശരിക്കും അവർ ഇറങ്ങേണ്ടിയ ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് കയ്യാങ്കളിയിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ അവിടെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു പ്രിസൺ സ്റ്റാഫുമായിട്ട് അവിടെ ഒരു കോർഡിനേഷൻ നടത്തുക. വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്നത് ഒരു പ്രിസൺ സ്റ്റാഫ്, ഒരു പോലീസുകാരനെ പോലെ യൂണിഫോം ഇട്ടുകൊണ്ടുള്ള ഒരു ജോബ് അല്ല. മനസ്സിലായില്ലേ? അപ്പോ ടീം വർക്കിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന്, നമുക്ക് വി ഗെറ്റ് ദ ഫുൾ പിക്ചർ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. അപ്പൊ എല്ലാവരും അവരുടെ നോളജ് ഷെയർ ചെയ്യുന്ന, അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടായിരുന്നാലും ബിഹേവിയറിനെ കുറിച്ചിട്ടായാലും ലീഗൽ ഇഷ്യൂസ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് എന്താ പറയേണ്ടത്, എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഒരു ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായ ഇൻഫർമേഷൻ ആയിട്ട് മാറും. ആൻഡ് ഒരു തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കൺഫ്യൂഷനോ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എല്ലാ തരത്തിലും ഉള്ളത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആയി അല്ലേ? ഓക്കെ, ശരി. സോ ഇതാണ് ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു കൊളാബറേഷനിലൂടെ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ആകെ ഉള്ളത് ആ ഒരു കേസ് കോൺഫറൻസസ് എന്താണ് എന്നുള്ളത് നോക്കണം, ആൻഡ് ആ ഒരു എമർജിങ് ട്രെൻഡ്സ് എന്നുള്ളത്. നമുക്ക് ക്വിക്ക് ആയിട്ട് ലെറ്റ് us just have a quick look എന്താണ് ഈ കേസ് കോൺഫറൻസസ് എന്നുള്ളത്. കേസ് കോൺഫറൻസസ് and this is the one. മൂന്ന് കാര്യങ്ങൾ: കേസ് കോൺഫറൻസസ്, ഫോളോ അപ്പ് ആൻഡ് റീസോഷ്യലൈസേഷൻ. അതാണ് ഇതിനകത്ത് ശരിക്കും ഇവിടെ നോക്കുന്നത്. സോ എന്താണ് ഈ ഒരു എന്താ പറയേണ്ടത് കേസ് കോൺഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്? അപ്പോ കേസ് കോൺഫറൻസസ് എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി ഒരു മീറ്റിംഗ് ആണ് കേസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്. ഡിഫറെന്റ് ഏരിയാസിലെ പ്രൊഫഷണൽസ് ഒരുമിച്ച് വന്ന് ഒരു ഒഫൻഡറെ എങ്ങനെ സഹായിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിക്ക് ഒരു ഹെൽപ്ഫുൾ ആകാം എന്നുള്ളത് ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള പ്രൊഫഷണൽസ് വന്നിരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മീറ്റിംഗിൽ യൂഷ്വലി എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാകും, സൈക്കോളജിസ്റ്റ് ഉണ്ടാകും, സൈക്കാട്രിസ്റ്റ് ഉണ്ടാകും, ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടാകും, പ്രൊബേഷൻ ഓഫീസേഴ്സ് ഉണ്ടാകും, എന്ത് പറ്റി, എക്കോ വരുന്നുണ്ടോ? ഉണ്ടാക്കി തരാലോ, സമയം എടുത്ത് ഞാൻ ഉണ്ടാക്കി തരാം. ദോശ ഉണ്ടാക്കുന്ന ഇഷ്ടമാണോ? രശ്മി മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇത് ബേസിക്കലി ഒരു മീറ്റിംഗ് തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും പേര് വന്നിട്ട് എന്താണ് ശരിക്കും അവരവിടെ ചെയ്യുന്നത്? ആദ്യം ടു ചെക്ക് ഹൗ ദ പേഴ്സൺ ഇസ് ഡൂയിങ്. അപ്പൊ എന്താണ് ആ ഒരു വ്യക്തി നല്ലതുപോലെ ബിഹേവ് ചെയ്യുന്നുണ്ടോ,
കൗൺസിലിംഗ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, ജോബ് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ അവര് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് പല ഡിഫറെന്റ് ആൾക്കാരാണല്ലോ പല കാര്യങ്ങൾ നോക്കുന്നത്, എല്ലാവരുടെയും ആ ഒരു ഇൻഫർമേഷൻ അവിടെ അവര് കളക്ട് ചെയ്തിരുന്നു. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. രണ്ടാമത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമം അവിടെ നടത്തും. അപ്പൊ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇൻമേറ്റ്സ് ഒരുപക്ഷെ ഡിപ്രസ്ഡ് ആകാം, അവർ വഴക്കാളികളാകാം, വഴക്കുണ്ടാക്കുന്നവരാകാം, വീണ്ടും സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ എന്താ പറയുക റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് ആകാത്തവര് എന്നൊക്കെയാണ്. മൂന്നാമത് അവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് ദ പ്ലാൻ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ആ ഒരു നേരത്തെ ഉള്ള ഒരു പ്ലാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പ്ലാനിൽ എന്താണ് ഒരു ചേഞ്ച് അവിടെ വരുത്തേണ്ടത്. അപ്പോ പല ആൾക്കാർ എല്ലാ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ പ്ലാൻ തന്നെ ഇവിടെ ഓൾറെഡി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ ഇൻമേറ്റ്സും വ്യത്യസ്തമാണ്. അപ്പൊ എല്ലാ ഇൻമേറ്റ്സിനും ഒരേ പ്ലാൻ അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. ആൻഡ് ഫൈനലി ആർക്കെങ്കിലും ഒരു റിലീസിനുള്ള സമയം ആയിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഈ ഒരു കേസ് കോൺഫറൻസ് ഉപയോഗിക്കുകയും അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ട്രാൻസിഷൻ സൊസൈറ്റിയിലോട്ടുള്ള ആ ഒരു റീ എൻട്രി പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് കോൺഫറൻസ് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് അവരുടെ ആ ഒരു ഹൗസിംഗ്, ജോബ് സപ്പോർട്ട്, ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഇനി മറ്റൊന്ന് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കേസ് കോൺഫറൻസ് ഓക്കെ, അത് ഇങ്ങനെ മനസ്സിലാക്കിക്കോ. എപ്പോഴെങ്കിലും ഒരു പ്രിസണർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പ്രിസണറിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചു വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഓക്കെ, ആ ഒരു ചർച്ചയാണ് ബേസിക്കലി കേസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴോ എന്താണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്? ശരിക്കും ആ ഒരു പ്രസിനിൽ നിന്ന് ഒരു വ്യക്തിയെ നിർബന്ധമില്ല അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പ്രിസണിലെ ജീവിതത്തെക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും പ്രിസണിൽ നിന്ന് റിലീസ് ചെയ്തതിനു ശേഷമുള്ള അവരുടെ ആ ഒരു ജീവിതം. പ്രിസണിൽ ഒരു പക്ഷേ അവർക്ക് അത്യാവശ്യം ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട്, കിടന്ന് ഉറങ്ങാൻ ഒരു സ്ഥലവും. എന്നാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ജയിൽ പുള്ളി എന്നുള്ള ആ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് ഒരു ജോലി കിട്ടാനോ ഭക്ഷണം കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ട് പോലും ആയി പോകും. സോ വി ഹാവ് ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ദം എന്നുള്ളത്, അതാണ് ഫോളോ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു വ്യക്തിയുടെ സത്യസന്ധമായ അവസ്ഥകൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം, അവരെവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് പോയിട്ട് അത് നോക്കാം. ഇനി എന്താ പറയേണ്ടത്, ഏതെങ്കിലും കൗൺസിലിംഗ് സെഷൻസിന് അവർക്ക് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് സെഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ജോബ് സെന്റേഴ്സുമായിട്ട്, ഹോസ്പിറ്റൽസുമായിട്ട്, NGOസും ഒക്കെ ആയിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് അവര് ലീഗൽ പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലം. ഇനിയിപ്പം അവര് എന്താ പറയേണ്ടത്, എന്തെങ്കിലും പരോള് പോലെയുള്ള ലീഗൽ കണ്ടീഷൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതിന് പുറമെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അതിന് സാധിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. റീസോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയെ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിച്ച് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് വീണ്ടും സൊസൈറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അവര് കുറ്റം ചെയ്യുന്നതിന് മുന്നേ അവർ സൊസൈറ്റിയിൽ ഒരു നല്ല വ്യക്തിയായിട്ടായിരിക്കും ജീവിച്ചിരുന്നത്. കുറ്റം ചെയ്തതിന് ശേഷം അവർ നല്ല വ്യക്തി എന്നുള്ള ആ ഒരു സ്റ്റാൻഡ് അവിടെ നഷ്ടപ്പെട്ടിട്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരുപാട് ജയിലിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തി പുറം ജീവിതം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ചിത്രങ്ങളൊക്കെ പലപ്പോഴും മറന്നുപോലും പോയി കാണും. അപ്പൊ ഒരു സോഷ്യൽ സെറ്റിംഗിൽ എങ്ങനെയാണ് ആ വ്യക്തി പ്രവർത്തിക്കേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും ആ ഒരു റീസോഷ്യലൈസേഷന് വേണ്ടി. അപ്പോ റീസോഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങിന്റെ സമയത്ത് അവർക്ക് ഒരു പോസിറ്റീവ് ബിഹേവിയേഴ്സ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ നടക്കും. എംപതിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന, റൂൾസ് ഫോളോ ചെയ്യുന്ന
ചെയ്യുന്നതിനെ കുറിച്ച്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റീഡിങ്, റൈറ്റിംഗ്, മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ടെക്നോളജി ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത്. ഇനി ആ ഒരു ഫാമിലിയുമായിട്ടുള്ള ബന്ധം വീണ്ടും ഒന്ന് എന്താ പറയേണ്ടത്, റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. കുറ്റവാളികളുമായിട്ടല്ല, സമൂഹത്തിൽ നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ. അപ്പൊ ഇനി ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നോർമൽ സമൂഹത്തിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ നോർമൽ ആൾക്കാർ ചെയ്യുന്നത് പോലെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വോളണ്ടിയറിംഗിന് പോകാം. ഇനി അത് എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആയി തന്നെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ് ആ ജോയിനിങ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റീസോഷ്യലൈസേഷന് വേണ്ടിയിട്ട് അവരെ തയ്യാറെടുക്കുന്നത്, അവരെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ റീസോഷ്യലൈസേഷൻ. തിരിച്ച് അപ്പൊ ജയിലിൽ നിന്ന് അവരെ മോചിതരാക്കുന്ന ആ ഒരു വേളയായിട്ട് അവര് മോചിതനായി പോകുന്നതിന്, പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാന് ഒരു ക്വിസ് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അത് 9 മണിയാകുമ്പം നിങ്ങൾക്ക് അത് ഡെലിവർ ആയി കാണും ആ ഒരു ക്വിസ്. അത് ഈ ഒരു മോഡ്യൂൾ 10നെ ബേസ് ചെയ്തുകൊണ്ടുള്ള 80 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അത് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ക്വിസ് ആണ്. അത് നിങ്ങൾ ഒറ്റ സിറ്റിംഗിൽ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ, പലവട്ടമായിട്ട് ചെയ്യാം. ഒറ്റ സിറ്റിംഗിൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്സ് അന്നേരം തന്നെ കാണാൻ പറ്റും. ആ റിസൾട്ട്സ് നിങ്ങൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ ഒരു ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. അത് മാത്രമല്ല, ഇന്നിപ്പോ എല്ലാവരും ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസൾട്ടുകളും നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഒരു PDF ആക്കിയിട്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും. ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങൾക്ക് അത് ലഭിക്കും. സോ ലെറ്റ് us start practicing. ആ ഒരു ടെസ്റ്റ് മോഡിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ കയറാം, ആ ടെസ്റ്റുകൾ ഉപയോഗിച്ച് എന്നുള്ളതാണ്. ഓക്കെ, സോ thank you very much for joining me today, and you guys have a good night. See you again tomorrow.